ഹായ് നമസ്തേ, വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൻ്റെ കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്ത്. ഇതാ പടിഞ്ഞാറ് സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു. ഈ പാലത്തിൽ നിന്നുള്ള വിദൂര കാഴ്ച എത്ര ഭംഗിയാണല്ലേ, എത്ര മനോഹരം. പുണ്യനദിയായ പമ്പയുടെ തീരമാണ് കാണുന്നത്. വിശാലമായ മണൽപ്പരപ്പ്. ഇവിടെയാണ് പമ്പ മണപ്പുറത്ത് ഹിന്ദുമത പരിഷത്ത് നടക്കുന്ന സമ്മേളന വേദി. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ദൂരെ കാണുന്ന മലനിരകളൊക്കെ നിങ്ങൾക്ക് കാണാം. അത് പത്തനംതിട്ട പോകുന്ന റോഡിൻ്റെ സൈഡിലുള്ളതാണ്. ഇത് കോഴഞ്ചേരിയിൽ നിന്ന്, പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിയിൽ നിന്ന് ചെറുകോൽപ്പുഴ, അയിരൂർ ചെറുകോൽപ്പുഴ വഴി റാന്നിക്ക് പോകുന്ന ഈ റൂട്ടാണ് ഇത്. ഈ റോഡാണ് ഈ കാണുന്നത്. പാലത്തിൻ്റെ ഒരു വശത്ത് മർത്തോമയുടെ ഒരു പള്ളി കാണാം. മർത്തോമ സഭയുടെ കഥകളി ഗ്രാമം, കേരള കലാമണ്ഡലത്തിൻ്റെ അഫിലിയേഷനുള്ള കഥകളി ഗ്രാമം. ഞായറാഴ്ച 4-ാം തീയതിയാണ് ഹിന്ദുമത പരിഷത്തിൻ്റെ സമ്മേളനം തുടങ്ങിയത്. ഈ ഹിന്ദുമത മഹാമണ്ഡലം 112ാമത് ഹിന്ദുമത പരിഷത്താണ്. അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്താണ് ഈ വർഷത്തേത്. 112 വർഷങ്ങളായി നടന്നു പോരുന്ന മഹത്തായ ഏറ്റവും വലിയ ഹൈന്ദവരുടെ ഒരു സമ്മേളന സ്ഥലമാണ്. ധാരാളം ആചാര്യന്മാർ, സന്യാസിമാർ, പ്രശസ്തരായ കലാകാരന്മാരും ഒക്കെ പങ്കെടുക്കുന്ന വേദികൾ പങ്കിടുന്ന സ്ഥലമാണ് ഇവിടം. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഏകദേശം, അതായത് ഫെബ്രുവരി 10-ാം തീയതി, 4-ാം തീയതി തുടങ്ങി ഫെബ്രുവരി 10-ാം തീയതി അവസാനിക്കുന്ന ഹിന്ദുമത പരിഷത്താണ്. അതിൻ്റെ കവാടമാണ് കാണുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക്. ഇതാണ് ചെറുകോൽപ്പുഴ റാന്നി റൂട്ടിലെ ചെറുകോൽപ്പുഴ ജംഗ്ഷൻ. ഇവിടെ പ്രധാന കവാടം. ഇതിൻ്റെ വശത്തൊക്കെ സാധാരണ കാണുന്ന ഗ്രാമപ്രദേശങ്ങളിലെ ചെറിയ ടൗൺ പോലെ കടകളെല്ലാം ഉണ്ട്. എല്ലാത്തരം കടകളും ഉണ്ട് ഇവിടെ. ഇവിടെ ധാരാളം ലൈൻ ബസ്സുകൾ, പ്രൈവറ്റ് ബസ് സർവീസ് ഉള്ള റൂട്ടാണ്. അതായത് ഇവിടെ നിന്നൊക്കെ റാന്നിക്കും പിന്നെ തടിയൂർ, തീയോടിക്കൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാം. പിന്നീട് ഇവിടെ സ്ഥാപിതമായ താൽക്കാലിക പന്തലൊക്കെ നമുക്ക് കാണാം. അപ്പം അങ്ങോട്ടേക്ക് പോകുന്ന പാർക്കിംഗ് സൗകര്യമൊക്കെ ഇവിടെ വിശാലമായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയാൽ നമുക്ക് വശങ്ങളിൽ 2 വീലറിന് 4 വീലറിന് പ്രത്യേക പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. ഇവിടെ നിന്ന് കാണുന്ന ലോങ് വ്യൂ ആണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കവാടത്തിലൂടെ തന്നെ മുന്നോട്ട് വരാം. പ്രധാന വേദിയിൽ എന്തോ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രസംഗം കേൾക്കാൻ നമുക്കിവിടെ നിന്ന് ഇതാ കണ്ടു. ധാരാളം ആൾക്കാർ ഇതിൻ്റെ അടുത്തുള്ള തിരുവല്ല, പത്തനംതിട്ട ജില്ല, മറ്റ് ജില്ലകളിൽ നിന്നും മലപ്പുറ ജില്ലകളിൽ നിന്നും പ്രധാരാളം പേര് ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ തന്നെ ഇവിടെ എത്തുന്ന ധാരാളം ആൾക്കാരുണ്ട്. പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും കേൾക്കുന്നതിനുപരിയായി അതിന് മാത്രമായിട്ട് വരുന്നവരുണ്ട്. പ്രസംഗം കേട്ട് തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്. ഇത് കണ്ടോ, കേമമായ കച്ചവടങ്ങൾ നടത്തുന്നുണ്ട്. അവർക്ക് ഒരാഴ്ച ഇത് കഴിഞ്ഞ് മാരാമൺ കൺവെൻഷൻ. അപ്പോൾ അത്രയും ദിവസം ഇവിടെ തന്നെ ഉണ്ടാകും ഈ കച്ചവടക്കാരെല്ലാം തന്നെ. കുടുംബശ്രീ വനിതകൾ ഉണ്ടാക്കുന്ന ഐറ്റംസൊക്കെ തന്നെയാണ്. കുടുംബശ്രീ യൂണിറ്റ് ഇവിടുത്തെയാണ്, ചെറുകോൽപ്പുഴ തന്നെ. എന്താ പ്രവർത്തനം ഇവിടെ? ജെൻഡർ ഹെൽപ്പ് സെന്റർ കുട്ടികൾക്കും വേണ്ടിയിട്ട് അതിക്രമത്തിന് ഇരയാകുന്നവര് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിയമസഹായം, വൈദ്യസഹായം, താൽക്കാലിക അഭയ കേന്ദ്രം, ഇതെല്ലാമാണ്. പിന്നെ ബോധവൽക്കരണങ്ങള്, ജെൻഡർ അവയർനെസ് ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. പന്തളത്താണ് നമ്മുടെ സ്ഥാപനം, സ്നേഹിത. അപ്പൊ ഇതിന്റെ ഒരു മിനി വെർഷനായിട്ട് എല്ലാ പഞ്ചായത്തുകളിലും ജെൻഡർ റിസോഴ്സ് സെന്ററുകളുണ്ട്. അവിടെ ഞങ്ങൾ കമ്മ്യൂണിറ്റി കൗൺസിലേഴ്സും ഉണ്ട്. എല്ലാവരും ട്രെയിൻഡ് ആയിട്ടുള്ള പരിശീലനം കിട്ടിയ 21 പേരുണ്ട്. നമ്മുടെ ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ തന്നെയുള്ള 58 CDSകളിലും കമ്മ്യൂണിറ്റി കൗൺസിലേഴ്സ് ഉണ്ട്. താങ്ക്സ്. അപ്പോൾ ഇവിടെ കടകൾ മാത്രമല്ല, മനസ്സിലായില്ലേ, ഇവിടെ കുടുംബശ്രീ നടത്തുന്നതും അതുപോലുള്ള വിഭാഗങ്ങളൊക്കെ നടത്തുന്ന വനിതകളുടെ പ്രത്യേക യൂണിറ്റായിട്ടുള്ള സ്റ്റാളുകളുമുണ്ട്. അവിടെ നമുക്ക് വളരെ ഉപകാരപ്രദമായ പല കാര്യങ്ങളുമുണ്ട്. അത് കേൾക്കുവാനും അറിയുവാനും ഒക്കെ. കാണുന്നതൊക്കെ വൈവിധ്യമാർന്ന വില കുറഞ്ഞ പ്രോഡക്റ്റുകൾ. വില കുറഞ്ഞതെന്ന് ഉദ്ദേശിച്ചാൽ നമുക്ക് ഉപയോഗപ്രദവും വില കുറഞ്ഞതുമായ പ്രോഡക്റ്റുകളൊക്കെ ധാരാളമുണ്ട് ഇവിടെ. അങ്ങനെയാണ് ധാരാളം ആൾക്കാർ ഇവിടെ വന്ന് ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. വസ്ത്രങ്ങൾ,
പൂച്ചെടികളുടെ നഴ്സറികൾ ഒക്കെ ധാരാളമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ഒരു താൽക്കാലിക പാലം ഇപ്പോൾ ഉണ്ടാക്കിയതാണ്. കാരണം ഈ പാലം അക്കരയിൽ നിന്ന്, അതായത് ചെറുകോൽ, അക്കര എന്ന് പറയുന്നത് ചെറുകോലാണ്, റാന്നിക്ക് പോകുന്ന റൂട്ടാണ്, മെയിൻ റൂട്ടാണ് കോഴഞ്ചേരിയിൽ നിന്ന്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് സൗകര്യമുണ്ട് ഈ താൽക്കാലിക പാലത്തിലൂടെ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു വ്യൂ നമുക്ക് ഇങ്ങനെ ധാരാളം ചെറിയ ചെറിയ നിർമ്മിതികളും ഒക്കെ ആയിട്ട് ധാരാളം പണച്ചെലവുള്ള ഒരു കൺവെൻഷനാണിത്. കണ്ടില്ലേ, ഈ പാലം തന്നെ തടി കൊണ്ട് ഇങ്ങനെ അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ ഇക്കരെ കണക്ട് ചെയ്യുന്ന പാലം കെട്ടി ഉണ്ടാക്കിയിരിക്കുകയാണ്. ശബരിമലയിൽ നിന്ന് വരുന്ന പമ്പയാറുണ്ട്. പാലത്തിലൂടെ ഇങ്ങനെ താൽക്കാലിക പാലത്തിലൂടെ ഇവിടങ്ങളൊക്കെ ധാരാളം 2-3 റോയിലായിട്ട് ഇങ്ങനെ സ്റ്റാളുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏതൊരു ഓപ്പൺ എയർ കൺവെൻഷൻ സെൻറ്ററുകളെ പോലെയും അല്ലെങ്കിൽ അതുപോലുള്ള പരിപാടികൾ നടക്കുന്ന സ്ഥലങ്ങളെ പോലെയും ഇവിടെയും കാണാൻ നമുക്ക് വിശാലമായ സ്ഥലങ്ങളിൽ ധാരാളം വാങ്ങിക്കുവാനുള്ള സാധനങ്ങൾ, കൊച്ചുകുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെയുള്ളവർക്കുള്ള എല്ലാ സാധനങ്ങളും, എല്ലാ വൈദ്യമാർന്ന സാധനങ്ങൾ പല ദൂര സ്ഥലത്തു നിന്ന് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുകയാണ്. അപ്പോൾ ഇതിലേക്കൊക്കെ കയറി ഇറങ്ങിപ്പോകാൻ അതിനോടൊപ്പം തന്നെ അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലുള്ള മിനി അമ്യൂസ്മെൻറ്റ് പാർക്കുകളും ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് കുട്ടികൾക്ക് വിനോദമാണ്, അത് പിന്നെ പ്രത്യേകം പറയേണ്ടി വരില്ലല്ലോ. അപ്പം ഫാമിലിയായിട്ട് വരുന്നവർക്ക് അതൊക്കെ എല്ലാവർക്കും എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. വെള്ളം സ്റ്റാളുകളൊക്കെ ഉണ്ട്. അതായത് ഇങ്ങനെയുള്ള ഐറ്റംസ്, ചക്കി ഇതുപോലുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. പച്ചക്കറി വരെ ഉണ്ട്, പച്ചക്കറിയൊക്കെ വരെ കൊണ്ട് ചാടി. ഇപ്പം ഞാൻ ഈ വന്ന സമയം എന്ന് പറയുന്നത് ഒരു 4:30-5 മണി സമയമായിട്ട്, അതുകൊണ്ട് ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ജനങ്ങളൊക്കെ ധാരാളം വരാനിരിക്കുന്നേ ഉള്ളൂ. സന്ധ്യയായിട്ട് ആൾക്കാരെത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇറങ്ങുമ്പോൾ ചായ കുടിക്കാതെ ഇറങ്ങിയതൊക്കെ കാണുമ്പോൾ ഒരു ചായ കുടിച്ചാൽ എന്താ, ഒരു കടിയും കൂടി ആകാം എന്ന് തോന്നുന്നുണ്ട്. മുന്നോട്ട് പോയി കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ടാകാം. കൂടാരം കണക്കെ ഇങ്ങനെ നീളത്തിൽ സ്റ്റാളുകൾ ഇടയ്ക്ക് വെച്ചിട്ടുണ്ട്. അത് പ്രത്യേകതരം സ്റ്റാളുകളാണ്. ഇതുപോലെ ഇങ്ങനെ നമുക്ക് കഴിക്കാനും കുടിക്കാനും ഒക്കെ ഉള്ളതൊന്നും അല്ല, അതുപോലെ അല്ലാത്ത വ്യത്യസ്തമായ സ്റ്റാളുകളാണ്. ഇവിടെ ഒരു നോർത്ത് ഇന്ത്യൻ സ്നാക്സ് സ്റ്റാൾ കാണുന്നുണ്ട്. അതായത് നമ്മൾ ഭേൽപൂരി, പാനിപ്പൂരി എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. എല്ലാം ലഭ്യമാണ്. ഞാൻ ഇതുവരെ കണ്ടില്ല ഒരു പ്രത്യേക സാധനം എന്തായാലും ഇവിടെ കാണുന്നുണ്ട്. അതെന്താണെന്ന് നോക്കുമായിരുന്നു. ഒരു വ്യൂ തരാം, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഗുലാൻ ടൊർണാഡോ പൊട്ടറ്റോ. പേരൊക്കെ ഗംഭീരമാണ്. അപ്പം നമ്മുടെ ഇവിടെ ഒരു ചായയും കടിയും അതിനുള്ള സമയം കഴിഞ്ഞു ഏറെക്കുറെ. ഇനിയും കൺവെൻഷൻ ഹാളിനകത്ത് കയറണം. അതായത് പ്രധാന വേദിയിൽ പ്രഭാഷണം തുടങ്ങുന്നതിന് മുമ്പേ ഇവിടെ കടുപ്പത്തിലൊരു ചായ പറഞ്ഞു. ചേട്ടൻ നല്ല കടുപ്പത്തിലെടുക്കുന്നുണ്ട് ചായ. നേരിട്ട് കണ്ടുകൊണ്ട് അടിക്കുന്ന ചായ എന്ന് പറയും. അതായത് ഇങ്ങനെ പൊക്കി ഒഴിച്ച്, അതൊരു പ്രത്യേക രസമാണ്. അത് കുടിക്കാൻ തന്നെ നമുക്ക് പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ തോന്നും. അങ്ങനെ കണ്ടാൽ തന്നെ, കണ്ടിട്ട് നമ്മളത് കുടിക്കുമ്പോൾ തന്നെ. അതിൽ ചായ നന്നായിട്ട് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കാം. കൊള്ളാം, നല്ല ചായ. ബജ്ജി വന്നിട്ടുണ്ട്, മുളക് ബജ്ജി. അത് ഇതിനോടൊപ്പം കഴിക്കാൻ നല്ല രസമായിരിക്കും. ഒരു പ്ലേറ്റിന് 30 രൂപയേ ഉള്ളൂ. 3 മുളക് ബജ്ജി കിട്ടും. അതിനോടൊപ്പം ചായ നല്ല രസമായിരിക്കും.
ചേട്ടനാണ് നല്ല കടുപ്പത്തുള്ള ചായ, നല്ല ചായ എന്ന് ഞാൻ പറയുമായിരുന്നു അദ്ദേഹത്തെ. പുള്ളി പിന്നെ മുളക് ബജ്ജി അപ്പുറത്തെ സൈഡിൽ അത് നല്ലതായിരുന്നു, കുഴപ്പമില്ല. അവരോട് ഒരു താങ്ക്സ് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി കൺവെൻഷൻ നടക്കുന്ന പ്രധാന വേദിയുടെ കവാടമാണിത്. അതിനകത്ത് 10,000 പേർക്ക് ഇരിക്കാവുന്ന ഇരിപ്പിടങ്ങളും മറ്റ് സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.